അതെ, നമുക്ക് മൂന്നാമത്തെ പ്രതിയും കൂടെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ കേസിലേക്ക് നമുക്ക് ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, പ്രതിയിലെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഒരു പ്രതിയും കൂടെ അറസ്റ്റ് റിമാൻഡ് റിപ്പോർട്ട് എഴുതി കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ പ്രതികളെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിലേക്ക് നിലവിൽ ഒരു കേസാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. മറ്റ് ചില ഇൻസിഡൻറ്റും കൂടെ നമ്മുടെ അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. ഇന്ന് ഒരു എഫ്ഐആറും കൂടെ ഞങ്ങൾ എടുക്കും, ഒരു കേസും എടുക്കുന്നുണ്ട് വേറെ ഇൻസിഡൻറ്റിന് വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് അന്വേഷണം എഫ്ഐആർ എടുത്ത് നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. 1-2 ഇൻസിഡൻറ്റും കൂടെ വരാൻ ഇതുവരെ അന്വേഷണത്തിൽ തെളിവെന്നാണ് തോന്നുന്നത്. വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. കേരളത്തിൽ തന്നെയാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ ഈ ദത്തെടുക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി അവരെ അറിയിക്കാൻ തന്നെ വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടെ രക്ഷിതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ടോ? അങ്ങനെ കുഞ്ഞുങ്ങളെ കൈമാറിയിട്ടുണ്ടോ? നിയമപരമായിട്ടുള്ള ഏറ്റെടുക്കലല്ല ഈ അന്വേഷണത്തിന് വെളിവാകുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഏറ്റെടുക്കലല്ല നടന്നതായിട്ടാണ് വെളിവാകുന്നത്. എത്ര കുഞ്ഞുങ്ങളെ എങ്ങനെ കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണത്തിൽ ആദ്യം. നിലവിൽ ആദ്യ അന്വേഷണത്തിൽ നമുക്ക് ഒരെണ്ണം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, ബാക്കി നമ്മൾ അന്വേഷിച്ചാലേ പറയാൻ പറ്റും. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് അന്വേഷണം നടന്നു വരുന്നതല്ലേ ഉള്ളൂ. നടന്നു വരുമ്പോൾ ഇവരുടെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തവർ പല ജില്ലകളിൽപ്പെട്ടവരാണ്. അതേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നിലവിലുള്ള കേസ് ഒന്ന് അസം സ്വദേശിയുടെ അതെ, രണ്ടാമത്തെ കേസിലാണ് സംശയം. അതെ, അത് നമ്മളൊരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയത് കിട്ടിയ കൂടെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സോമോട്ടോ ആയിട്ടാണ് എഫ്ഐആർ എടുക്കുന്നത്. കൂടുതൽ കുറച്ച് പ്രതികൾ വരാം. അന്വേഷണത്തിൽ വരുന്നതനുസരിച്ച് വേറെ കൂടുതൽ പ്രതികൾ വരുമോ ഇല്ലോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കേസിൽ വലിയ പ്രതികളൊക്കെ തന്നെയാണ് പ്രധാന പ്രതികൾ ഇവരൊക്കെ തന്നെ. നമ്മൾ അധികം പുറകോട്ട് പോകാനില്ല. മിക്കവാറും ഒരു 6 മാസം 8 മാസം പിന്നോക്കം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടൊരു കുഞ്ഞിനെ അത് 6 മാസം ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. നമുക്കത് ഇപ്പൊ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഈ പുതിയ വിദേശത്തേക്ക് കടത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിയെന്ന് പറയുന്നു. ശരി, അന്വേഷണത്തിൽ അങ്ങനെ മനസ്സിലായിട്ടില്ല. പ്രതികൾക്ക് ഇതിന് വേറെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ ഇപ്പോൾ? നിലവിലുള്ള പ്രതികൾക്ക് ഇതല്ലാതെ വേറെ പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തിൽ വെളിവായിട്ടില്ല. അല്ല, അതിപ്പോ പറയാൻ പറ്റില്ല. അന്വേഷണത്തിന്റെ അവരുടെ ഭാഗം കേട്ട ശേഷം അതിന്റെ എല്ലാം പരിശോധിച്ച ശേഷമേ അത്ര പറയാൻ പറ്റുള്ളൂ. അതിപ്പോ അതിനകത്ത് പറഞ്ഞാൽ ശരിയാക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു അവരുടെ കൂടുതൽ ഡീലിങ്സ്. ഇനി 2 യുവതികൾ കൂടെ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞു. അവരും അതൊക്കെ കേസിന്റെ കേസ് നമ്മുടെ അന്വേഷണം തുടങ്ങിയല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അതിനെ കുറിച്ച് പറയാം. അല്ല, നിലവിലെ അന്വേഷണത്തിൽ അവര് 2 സ്ത്രീകൾ ഒരു പ്രായമുള്ള സ്ത്രീ അവിടെ ഉണ്ട്. അതല്ലാതെ കൂടുതൽ നമുക്ക് ചിത്രം വ്യക്തമാകുന്നില്ല. അത് കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ പറയാൻ പറ്റില്ല. അത് അന്വേഷിച്ചാൽ പറയാൻ പറ്റില്ല. അവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ? നിലവിൽ ആ പെൺകുട്ടി 22-കാരിയുടെ മൊഴിയിൽ പറയുന്ന 2 ഗർഭിണികൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ്. അവര് എവിടെയായിരുന്നു ഏതാണെന്നൊക്കെ അതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അന്വേഷണം തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഈ ആസാം സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് കാര്യങ്ങൾ വിശ്വസനീയമാണെന്ന് ബോധ്യപ്പെടുന്നു. അല്ല, അവർ പരാതിക്കാരല്ലേ. പരാതിക്കാരുടെ മൊഴി വിശ്വാസയോഗ്യമാണ്. അതാണ് അത് വെച്ച് നമ്മൾ കേസ് എടുത്ത് മുമ്പോട്ട് പോകുന്നത്. ഹസ്ബൻഡൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയോ? ഇല്ല, ഹസ്ബൻഡുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ മൊഴി വിശ്വാസയോഗ്യമാണ്. അതിനനുസരിച്ച് മുമ്പോട്ട് കേസ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമയം നടത്തിയിട്ടുണ്ടോ? അല്ല, നമ്മുടെ അന്വേഷണത്തിൽ പ്രിലിമിനറി എൻക്വയറി നടത്തിയതിൽ വെളിവായതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ എടുത്തത്. പ്രാഥമിക അന്വേഷണം നടത്തി. പണം കൈമാറി എന്നുള്ളതിനെ കുറിച്ചിട്ട് രേഖകൾ അതിപ്പോ പറയാൻ പറ്റില്ല. ഇല്ല, അതിപ്പോ പറയാൻ പറ്റത്തില്ല. അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമാകുമ്പോൾ അത് ശരി. കേസ് അന്വേഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി തെളിവുകൾ എടുക്കണം. ട്രയലുള്ള പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് പലതും ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പ്രാഥമിക ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അല്ല, അതിപ്പോ പറയാൻ പറ്റത്തില്ല. അത് എന്തുമാത്രം പ്രതികൾ വരുന്നുണ്ട് നമുക്ക് അന്വേഷണത്തിൽ. ബാക്കി വീട്ടിൽ മറ്റു 2 കുട്ടികളുണ്ടായിരുന്നു. അവരെ സ്കൂളിൽ പോലും പോകുന്നില്ലായിരുന്നു. ആ കുട്ടികൾ ആരുടെയാണ്? ഇല്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.